പുനർജനി കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒതുക്കാമെന്നാണ് CPM വിശ്വസിച്ചത്. വിജിലൻസ് പുനർജനി കേസിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തതോടെ ഇതാ സതീശനകത്തേക്കെന്ന് ഇടതുപക്ഷ മാധ്യമങ്ങൾ വിധിയെഴുതി. എന്നാൽ മാസം 1 പിന്നിട്ടിട്ടും ഈ വിഷയത്തിൽ ഒരടി മുന്നോട്ട് വെക്കാൻ CPMന് സാധിച്ചിട്ടില്ല. ഇതോടെ സതീശന് കൈവിലങ്ങുമായി എത്തിയ മാധ്യമങ്ങൾ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നു. എന്തായാലും വിവാദങ്ങളെ അതിന്റെ വഴിക്ക് വിട്ട് വി.ഡി. സതീശൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. പുതിയ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചാണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത്. സത്യത്തിൽ CPMന്റെ നെഞ്ചിൽ കല്ലിട്ടു എന്ന് പറയുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. ആരെങ്കിലും പരാതി നൽകിയെന്ന് കരുതി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടത്താൻ കഴിയില്ലെന്നാണ് സതീശൻ പറഞ്ഞത്. ഇതിനകം 230ഓളം വീടുകൾ പുനർജനിയിലൂടെ തയ്യാറായിട്ടുണ്ടെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. ചിറ്റേറ്റുകര പഞ്ചായത്തിലെ VG ഗോപിനാഥിനാണ് സ്പോൺസറുടെ സഹായത്തോടെ ഇപ്പോൾ വീട് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ പണപ്പിരിവിനെ ചൊല്ലി CBI അന്വേഷണം വേണമെന്ന ആവശ്യങ്ങളോടും സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. CBI അന്വേഷണം വേണമെങ്കിൽ അത് നടക്കട്ടെ എന്നും മണപ്പാട്ട് ഫൗണ്ടേഷൻ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രളയത്തിൽ തകർന്ന പറവൂരിനെ പുനർനിർമ്മിക്കാൻ ആരംഭിച്ച ഈ പദ്ധതിയിലെ വിദേശ പണപ്പിരിവ് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ നേരത്തെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പുനർജനി കേസിലെ പഴയ റിപ്പോർട്ടുകൾ സർക്കാർ വീണ്ടും സജീവമാക്കുന്നതിന് ഇടയിലാണ് സതീശൻ വീണ്ടും തറക്കല്ലിട്ട് CPMനെ വെല്ലുവിളിക്കുന്നത്. കേസ് CBIക്ക് വിടുന്ന കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വി.ഡി. സതീശൻ പദ്ധതിയുടെ അടുത്ത ഘട്ടവുമായി രംഗത്തെത്തിയത്. സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ പദ്ധതിയുടെ തുടർച്ചയിലൂടെ പ്രതിരോധിക്കുക എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്. പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല എന്നതാണ് സത്യം. അതൊരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തൊട്ട് തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണ്. വി.ഡി. സതീശനോട് യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷെ അതിന്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ അടിവരയിട്ട് പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM ഉയർത്തിവിട്ട പുനർജനി ആരോപണം വലിയ വിവാദമാകുമെന്നാണ് അവർ വിശ്വസിച്ചത്. എന്നാൽ നനഞ്ഞ പടക്കം പോലെ ആ വിവാദം കെട്ടടങ്ങി. ഇതോടെ കേസ് CPM കുത്തിപ്പൊക്കി പ്രതിപക്ഷ നേതാവിനെ വീട്ടിലിരുത്തുവാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് തെളിയിക്കുകയാണ് സതീശൻ ചെയ്യുന്നത്. സതീശൻ മത്സരിക്കുന്ന പറവൂർ നിയമസഭാ സീറ്റ് CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കുവാനുള്ള സാധ്യതകൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പറവൂരിൽ CPM ഉയർത്തുന്ന പ്രധാന ആയുധമായിരിക്കാം പുനർജനി. എന്നാൽ പ്രളയത്തിൽ സർവ്വവും നഷ്ടമായ നാടിനെ എന്നും ചേർത്ത് നിർത്തിയ പദ്ധതിയാണ് പുനർജനി. അതിൽ മണ്ണ് വാരിയിടാനുള്ള CPM ശ്രമങ്ങൾ ചെറുക്കുമെന്ന് വോട്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.